ഇന്ത്യ സഖ്യത്തിലേക്ക് വന്നാൽ ആരാണ് നരേന്ദ്രമോദിയെ ചെറുത്ത് തോൽപ്പിച്ചത്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ തേരോട്ടത്തിന് ഇത്രയും തടസ്സങ്ങൾ നിരത്തിയെന്ന ചോദ്യം ഉയരുമ്പോൾ മൂന്നുത്തരമാണ് ഏറ്റവും പ്രധാനമായി വരുന്നത്. രാഹുൽ ഗാന്ധിക്ക് പുറമെ വരുന്ന ഉത്തരങ്ങൾ: ഒന്ന്, സഖ്യത്തിൽ തന്നെ മത്സരിച്ച അഖിലേഷ് യാദവ്, വേർപിരിഞ്ഞ് മത്സരിച്ചെങ്കിലും സഖ്യത്തോട് ഐക്യദാർഢ്യപ്പെട്ടു നിന്ന മമതാ ബാനർജി, തമിഴ്നാട്ടിൽ MK സ്റ്റാലിൻ. ഈ മൂന്ന് പേരുടെയും അടിയുറച്ച പിന്തുണ രാഹുൽ ഗാന്ധിക്ക് വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും CPM എന്ന ദേശീയ പാർട്ടി ഇതിൽ എന്ത് സംഭാവന നൽകി എന്ന ചോദ്യം ചോദിച്ചാൽ CPM ഏറ്റവും ശക്തമായ സംസ്ഥാനത്ത് കോൺഗ്രസിനെതിരെ, രാഹുൽ ഗാന്ധിക്കെതിരെ BJPയേക്കാൾ തീവ്രമായി നിലയുറപ്പിച്ചു എന്നതാണ് അതിന്റെ ബാക്കി പത്രം. മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഈ പാർട്ടികളുടെ ഒക്കെ ഔദാര്യത്തിൽ CPMന് നിൽക്കേണ്ടിയും വന്നു. CPM എത്ര വിയർപ്പൊഴുക്കി എന്ന ചോദ്യം, അതായത് ഇന്ത്യ സഖ്യം സാധ്യമാകാൻ, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം BJP ഇതര മുന്നണിയായി കേരളത്തിൽ അധികാരത്തിലെത്താൻ